ഇന്നത്തെ നമ്മൾ ടിപ്പ് പറയണതേ i20 ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ. അതായത് i20യിലാണ് ഞാൻ ഈ ഒരു ഫീച്ചർ കണ്ടിട്ടുള്ളത്. മറ്റുള്ള ഏതെങ്കിലും വാഹനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി ഫീച്ചറാണ്. അതായത് ഇപ്പോൾ സാധാരണ നമുക്ക് പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ USB അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ബ്ലൂടൂത്ത് വേണ്ട, USB വേണ്ട, ഒന്നുമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഫീച്ചർ. അപ്പൊ ആ ഒരു സംഭവം എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ജസ്റ്റ് ഒന്ന് USB നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ USB കയറ്റിയതിന് ശേഷം നമ്മൾ USB ഇതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. ഇതിൽ USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ USB റീഡ് ചെയ്യും. ഇതിലുണ്ടോ? അപ്പൊ ഇതില് പാട്ടുകൾ പ്ലേ ചെയ്യും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പൊ ആ പാട്ട് എന്ത് ചെയ്യാ, ജസ്റ്റ് മെനുവിൽ പോവാ. മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതില് കോപ്പി എന്ന് അറിയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. i20 ഇതാണോ, ഈ ഒരു കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ കോപ്പിയിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാട്ട് വണ്ടിയിലോട്ട് കോപ്പിയായി. ഇനി ഈ പാട്ട് നമുക്ക് വണ്ടിയിൽ USB ഒന്നും സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമുക്കൊന്ന് നോക്കി വെക്കാം. പെട്ടെന്ന് കോപ്പിയായി. നമുക്ക് സാധാരണ ഒരു സിസ്റ്റത്തിൽ ഇട്ടിട്ട് USB കോപ്പി ആവുന്ന സമയം പോലും വേണ്ട, അത്രയും പെട്ടെന്ന് കോപ്പിയാവും. അപ്പൊ അത് കോപ്പി ചെയ്യാൻ ഞാൻ USB ഡിസ്കണക്ട് ചെയ്തു. ഇനി ആ പാട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിപ്പോ ഇതിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട പാട്ടുകളാണ്. കണ്ടോ, ഇതാണ് ആ പാട്ട്. ഓക്കെ, അപ്പൊ ഇത് നല്ലൊരു കിടിലൻ ടിപ്പാണ്. അപ്പൊ ഇതുപോലെ നല്ല കിടിലൻ ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ടിപ്സ് ഓഫ് ഫാസ്റ്റ് സെല്ലർ എന്ന പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളും.